ഹായ്, ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിൽ ക്രിസ്റ്റീനയുടെ വെഡ്ഡിങ് വർക്ക് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇപ്പം സമയം ഏകദേശം 3:45 കഴിഞ്ഞിട്ടുണ്ട്. 4 മണിയാകുമ്പോഴാണ്. അതാണ് എല്ലാവരും ഇങ്ങനെ കിളി മാറിയിരിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും ബ്രൈഡ് വരാനായിട്ടുള്ള വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾ സെറ്റാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആൽഫയല്ല, പകരം വേറെ 2 പേരാണ്. ഐറിൻ, അതേ ഒരാൾ. ഇതിനെ പിന്നെ കണ്ടിട്ടുണ്ടാവും. മുഖം ഒന്ന് കാണിക്കൂ. സുന്ദരി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കഴിയോ? ഇന്നെങ്ങാനും കഴിയോ? അപ്പോൾ നമ്മളിതേ മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം ദേ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് രാവിലെ എണീറ്റ് ചെയ്തതാണ്. അപ്പോൾ ബ്രൈഡ് ക്രിസ്റ്റീന എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്റ്റീന ഇന്ന് എങ്ങനെയുള്ള ഒരു ലുക്കാണ് വേണ്ടത്? ഇതെനിക്ക് മാറ്റ് ലുക്കാണല്ലേ. പുരാതന ക്രിസ്റ്റീന അവിടെ നിന്ന് വന്നിട്ടാണ് ഇവിടെ ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. എല്ലാം കൂടെ സ്വെറ്റ് ആവുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. സോ നമുക്ക് മാറ്റിലേക്ക് പോവാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട്. നമുക്കൊരു 7:30 ആകുമ്പോഴത്തേക്ക് റെഡി ആക്കണം എന്നാണ് പറയുന്നത്. കൂടി വന്ന 8 മണി അല്ലേ? അതായത് ഫോട്ടോഗ്രാഫേഴ്സ് എത്തും. അപ്പം തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്റ്റിക്ക് വളരെ സിമ്പിളായിട്ട് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് കൊടുക്കുന്നത്. ക്രിസ്റ്റിയുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണ്. അത് മാത്രമല്ല പെട്ടെന്ന് സ്വെറ്റ് ആവുന്ന ടൈപ്പാണ്. ക്രിസ്റ്റി UK-ലാണ് വർക്ക് ചെയ്യുന്നത്. സോ പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ക്രിസ്റ്റിക്ക് ഇവിടുത്തെ ചൂട് കുറച്ചധികം പ്രശ്നമാണ്. സോ നമ്മൾ മാറ്റ് ഫിനിഷ് മേക്കപ്പാണ് കൊടുക്കുന്നത്. ഫസ്റ്റിന് ഐ മേക്കപ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഹെയറും ചെയ്യുവാണ്. അപ്പോൾ ഹെയർ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ അതേ അയറിനാണ്. അയറിൻ ആക്ച്വലി ഫിലിമിലാണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മളിതേ വർക്കിലേക്ക് കടന്നു. ഐ മേക്കപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഐ മേക്കപ്പ് ആണെങ്കിലും വളരെ സിമ്പിൾ ആൻഡ് ഒരു സിമ്പിൾ ലുക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അധികം തിളക്കോ കാര്യങ്ങളൊന്നും നമ്മൾ ഐ മേക്കപ്പിന് കൊടുക്കുന്നില്ല. ഒരു ബ്രൗൺ കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ എയർ ബ്രഷ് ഫിനിഷ് കൊടുക്കുകയാണ് സ്കിന്നിൻ്റെ മേളിൽ. അപ്പോൾ തന്നെ നല്ലൊരു ഒരു ഗ്ലോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ഗ്ലോ ഉണ്ട്. എന്നാൽ അധികം ഗ്ലോസി ആയിട്ടുള്ള മേക്കപ്പ് അല്ല, കുറച്ച് മാറ്റ് ഫിനിഷിൽ വരുന്ന മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂസ് ചെയ്തത് അതേ സെഫോറയുടെ ലിപ്സ്റ്റിക്കാണ്, ലിപ് ഷെയ്ഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുണ്ടല്ലേ. അതോടൊപ്പം ഐ മേക്കപ്പ് നമ്മൾ ചെറുതായിട്ടൊരു സ്മോക്കി എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഫേസ് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി ഐ മേക്കപ്പ് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മളൊരു കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയി. ആൾ ഭയങ്കര ഹാപ്പി ആയി. അതിൻ്റെ ഇടയ്ക്ക് ആൾക്ക് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയി. ഇനി ഗൗൺ ഇടണം. ഗൗൺ ഇട്ടിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യും. ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. സ്കിൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മാറ്റ് വേണമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഗൗൺ ഇടാം. യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രൈഡിൻ്റെ ഗൗൺ നമുക്ക് റിവീൽ ചെയ്യാം. ഞാൻ സൂപ്പർ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യം അതിലും അടിപൊളിയായിരിക്കും എന്താണേലും. വാവ്, ലോങ് ടെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും ഇത് ഇതിൻ്റെ ബാക്കാണ്, സോറി ഗൈസ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇതേ ലോങ് ടെയിലൊക്കെ ഉണ്ട്. ഇത് ഇടുമ്പോഴാണ്, ഈ ഒരു ഔട്ട്ഫിറ്റ് ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റുക. നല്ല രസമുണ്ടല്ലേ? നമുക്ക് നോക്കാം. ഈ ഒരു ഔട്ട്ഫിറ്റ് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സുന്ദരിയാ. അപ്പോൾ ഹെയർ ഫുള്ള് നമ്മൾ ക്രിമ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹെയർ സ്റ്റൈൽ ഇന്ന് നമുക്ക് കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് ഹെയർ സ്റ്റൈൽ, ഒരു ഇംഗ്ലീഷ് ലുക്കാണ് വേണ്ടതെന്ന് ക്രിസ്റ്റീന പ്രത്യേകം പറഞ്ഞിരുന്നു. സോ നമ്മൾ ഫ്രണ്ട് സ്റ്റൈല് ബ്രൈഡഡ് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെൻട്രൽ പാർട്ടീഷനാണ് എടുത്തിരിക്കുന്നത്. ആൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. സോ 2 സൈഡ് നമ്മൾ ബ്രൈഡഡ് പോലെ ഇങ്ങനെ ചെയ്തിട്ട് ബാക്കിലും നമ്മൾ അതുപോലെയാണ് കൊടുക്കുന്നത്. ബാക്കിൽ ഫസ്റ്റിന് നമ്മൾ നെറ്റൊക്കെ വയ്ക്കാനുണ്ട്. സോ അതനുസരിച്ച് വേണം നമുക്ക് ഹെയർ സ്റ്റൈൽ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ
നമ്മൾ ബ്രൈഡൽ എടുത്തിട്ട് അത് നമ്മൾ ലീവ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബാക്കിൽ നമ്മൾ ബണ്ണ് കുറച്ച് ഡോണിട്ട് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. ദെൻ നമ്മൾ ബാക്കിൽ ആ 2 പാർട്ട് ഹെയറും നമ്മളിങ്ങനെ ബ്രൈഡ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണ്. ഒരു ട്വിസ്റ്റഡ് ടൈപ്പിൽ ഇങ്ങനെ ചെയ്തെടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ഡിസ്കോ ബാൻഡ് ഇട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ ബാക്കിൽ ഹെയർ സ്റ്റൈൽ കൊടുക്കുന്നത് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെറ്റിംഗ് സ്പ്രേ വെച്ച് നല്ലോണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ടാഫ്റ്റിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ആ ബാക്കിലത്തെ ആ ഒരു ഡോനറ്റില്ല അത്തേലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അധികം ഡോനറ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ സ്റ്റൈൽ ഒരുപാട് വീർത്തിരിക്കും. അത് ഭയങ്കര വൃത്തികേടാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് ശരിക്കും റോസ് പെറ്റൽസ് പോലെയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം ഈ ബ്രൈഡ് ചെയ്ത് വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ആ ബണ്ണയിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പാർട്ട് തന്നെയാണ് ഹെയർ സ്റ്റൈലിംഗ് പാർട്ട്. കാരണം ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റിന് നമ്മൾ കാണുന്ന ഹെയർ സ്റ്റൈലാണ് ഒരു ബ്രൈഡ് ഭൂരിഭാഗം സമയത്തും പള്ളിയിൽ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുവാണല്ലോ. അപ്പോൾ ബാക്കിലുള്ള ആളുകളെല്ലാം ഹെയർ സ്റ്റൈൽ ശ്രദ്ധിക്കുന്നതാണ്. സോ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ബാക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പണിയാണ് കേട്ടോ ഹെയർ സ്റ്റൈലിംഗ്. ശരിക്കും പറഞ്ഞാൽ ഹെയറും അതുപോലെ ഐ മേക്കപ്പ് ചെയ്യാനാണ് നമ്മൾ ഏറ്റവും ടൈം എടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം വേഗം ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. ഹെയർ സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹെയർ സ്റ്റൈൽ മാറുമ്പോൾ തന്നെ നമുക്ക് ആ ബ്രൈഡിൻ്റെ കംപ്ലീറ്റ് ലുക്ക് മാറുവാണ്. ഇത് കണ്ടോ, നമ്മൾ ബാക്കിലൊരു റോസ് പെറ്റൽസ് പോലെയാണ് ആ ഹെയർ സ്റ്റൈൽ വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഹെയർ ആക്സസറി ആണ്. ഹെയർ ആക്സസറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹെയർ ആക്സസറി ചൂസ് ചെയ്യുമ്പം ആ ഒരു കോസ്റ്റ്യൂമിന് ചേരുന്നുണ്ടോ, ആ ഒരു കോസ്റ്റ്യൂമിൽ വരുന്ന വർക്ക് എന്താണ്, ആ ബീഡ്സിൻ്റെ നിറം എന്താണ്, അതുപോലെ ആ വർക്കിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അതൊക്കെ നോക്കിയാണ് നമ്മൾ ഹെയർ ആക്സസറി ചൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ വൈറ്റ് ഡ്രസ്സ് ആണല്ലോ എന്നോർത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഹെയർ ആക്സസറി എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് മാച്ചിങ് ആവത്തില്ല. അപ്പോൾ ക്രിസ്റ്റീനയുടെ കോസ്റ്റ്യൂം വന്നിട്ട് അത്യാവശ്യം നല്ല ഹെവിയാണ്, നല്ല വർക്കുകളാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഹെയർ ആക്സസറിയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഹെയർ ആക്സസറി ഉണ്ട് കേട്ടോ, ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ബ്രൈഡ്സിൻ്റെ ഡ്രസ്സ് അനുസരിച്ചാണ് ഞാനത് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിന് നമ്മൾ അധികം ഓർണമെൻറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല, ഇയറിങ്സ് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. സോ ഹെയർ ആക്സസറി നല്ല ഹെവി ആയിരിക്കണം. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെയർ ആക്സസറിയാണ് നമ്മൾ വച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റൈൽ വന്നിട്ട് ഭയങ്കര ഇംഗ്ലീഷ് ലുക്കാണ് വരുന്നത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഒരു ടെയിലൊക്കെ കിടക്കുന്നുണ്ടോ, അതുപോലെ നല്ലൊരു ഔട്ട്ഫിറ്റാണ്. നല്ല കാഴ്ചയിൽ നല്ല രസമാണ്. ഇനി ആ ബൊക്കറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് വരത്തുള്ളൂ. അങ്ങനെ അപ്പോൾ ഇതാണ് ക്രിസ്റ്റീനയുടെ ഫുൾ കോസ്റ്റ്യൂം. ഫേസ് വരുന്നത് എങ്ങനെയാണ്, ആ ഒരു സൺലൈറ്റ് വന്ന് ഫേസിൽ വീഴുമ്പോൾ കണ്ടോ വളരെ നാച്ചുറലായിട്ടാണ് നമ്മൾ ക്രിസ്റ്റീനയുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്യാമറ ഫോട്ടോസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. നമ്മുടെ ബ്രൈഡ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഉദ്ദേശിച്ചോള് തന്നെയാണോ? അതിനെക്കാട്ടും അപ്പുറം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു അല്ലേ? വെരി ഗുഡ്, ഐ ലവ് ഇറ്റ്. ഓക്കെ, അപ്പം ഹോബിക്കും ക്രിസ്റ്റീനയ്ക്കും എൻ്റെ എല്ലാവിധ കൺഗ്രാറ്റുലേഷൻസ്. സോ മച്ച്. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ കുഞ്ഞുമോളാൻ്റെയാണ്, ബ്രൈഡിൻ്റെ അമ്മയാണ്. കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്താൻ പറ്റിയില്ല, ഭയങ്കര ധൃതി പിടിച്ച ഓട്ടത്തിലായിരുന്നു നമ്മൾ. പിന്നെ നമ്മൾ ആൻറ്റിക്ക് ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ആൻറ്റിക്ക് നല്ല ഹെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിലോ കണ്ടോ, ഈ പ്രായത്തിൽ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് താങ്ക്സ്. ഹാപ്പി അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കംപ്ലീറ്റ് ഫാമിലി. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നല്ല ഒരു അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി കല്യാണമായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈ.